ഓക്കെ. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു മൈൻഡ്ഫുൾനെസ് ദ പവർ ഓഫ് നൗ എന്നിട്ടുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ദ പവർ ഓഫ് നൗ എന്ന് പറഞ്ഞത് പ്രസന്റ് മൊമെന്റിൽ ജീവിക്കുന്നതിനെയാണ് നമ്മൾ പവർ ഓഫ് നൗ എന്ന് പറയുന്നത്. അതായത് നമ്മൾ മൈൻഡ്ഫുൾ ആയിട്ട് ഓരോ കാര്യങ്ങളും നമ്മുടെ ഡെയിലി ലൈഫിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ മൈൻഡ്ഫുൾ ആയിട്ട് ചെയ്യുന്നതിനെയാണ് അപ്പോഴാണ് നമുക്ക് പ്രസന്റ് മൊമെന്റിലാണ് നമ്മൾ ജീവിക്കണമെന്ന് പറയാൻ പറ്റും അല്ലെ? അപ്പോ നമ്മൾ മൈൻഡ്ഫുൾനെസിന്റെ ഒരു ഡെഫിനീഷൻ ഒക്കെ പറഞ്ഞിരുന്നു. അതായത് നമ്മൾ പ്രസന്റ് മൊമെന്റിൽ നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങളെക്കുറിച്ചും, അതായത് നമ്മുടെ തോട്ട്സ് ഇമോഷൻസിനെ കുറിച്ചൊക്കെ അവെയർ ആയിരിക്കുക. അതുപോലെ നമ്മുടെ ചുറ്റുപാടിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് അവെയർ ആയിരിക്കുക. അതുപോലെ നമ്മൾ പ്രസന്റ് മൊമെന്റിൽ നമ്മൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു കാര്യത്തിലും നമ്മൾ പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുന്ന ആ ഒരു ഇതാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ ഇങ്ങനെ മൈൻഡ്ഫുൾ ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട് ഒരുപാട് ഗുണങ്ങൾ നമുക്കുണ്ട്. ശരിക്കും ഈ ഒരു ഫാദർ ഓഫ് ദി മൈൻഡ്ഫുൾനെസ് എന്ന് അറിയപ്പെടുന്നത് ഒരു ടീച്ച് നാറ്റ് ഹാൻ എന്ന് പറഞ്ഞിട്ട് ഒരു അദ്ദേഹമാണ്. അദ്ദേഹം ഒരു ബുദ്ധിസ്റ്റ് മോങ്കാണ്. അദ്ദേഹമാണ് ഈ ഒരു മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കോൺസെപ്റ്റ്, ആ ഒരു ഇത് കൊണ്ടുവന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ബുക്ക് ഉണ്ട്, മിറാക്കിൾ ഓഫ് മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞിട്ട് ഒരു ബുക്ക് ഉണ്ട്. അതിൽ ഒത്തിരി കാര്യങ്ങൾ ഈ മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ചും മൈൻഡ്ഫുൾ ആയിട്ട് നമുക്ക് ഇരിക്കേണ്ടതിനെ കുറിച്ചുള്ള കുറെ പ്രാക്ടീസുകളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതിൽ അദ്ദേഹം പറയുന്ന ഒരു സെന്റൻസ് ഉണ്ട്, മെനി പീപ്പിൾ ആർ അലൈവ് ബട്ട് ഡോണ്ട് നോ ദ മിറാക്കിൾ ഓഫ് ബീയിങ് അലൈവ്. പല ആൾക്കാരും അലൈവ് ആണ്, പക്ഷേ സോറി, ഞാൻ ആ സെന്റൻസ് മറന്നുട്ടാ. മെനി പീപ്പിൾ ആർ അലൈവ് ബട്ട് ഡോണ്ട്. ടീച്ചർ, ആ ബുക്കിന്റെ പേരൊന്ന് പറയാമോ? ബുക്കിന്റെ പേര് എന്ന് പറയുന്നത് മിറാക്കിൾ ഓഫ് മൈൻഡ്ഫുൾനെസ് എന്നാണ്. ഓദറിന്റെ പേരും കൂടെ ടൈപ്പ് ചെയ്ത് ചെയ്യാൻ പറ്റും. ഓദർ ടീച്ച് നാറ്റ് ഹാൻ. ഞാനത് ഗ്രൂപ്പിൽ ഇടാട്ടോ. അതായത് അദ്ദേഹം പറഞ്ഞൊരു അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, പല ആളുകളും ജീവിക്കുന്നുണ്ടെങ്കിലും ജീവിതമാകുന്ന അത്ഭുതത്തെ അവര് തൊട്ടറിയുന്നില്ല എന്നാണ്. അതായത് ജീവിക്കുന്നുണ്ട്, പക്ഷേ ആ ഒരു ജീവിതമാകുന്ന ആ ഒരു അത്ഭുതത്തെ തൊട്ടറിയുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ചിന്തകളായിട്ടാണ് ജീവിക്കുന്നുള്ളതാണ് പറയുന്നത്. നമ്മൾ കൂടുതൽ പാസ്റ്റിലും ഫ്യൂച്ചറിലുമാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ? അപ്പൊ തിങ്കിങ് വിത്തൗട്ട് അവയർനെസ്, ഒരു അവയർനെസ് ഇല്ലാണ്ട് നമ്മൾ ഇങ്ങനെ ഓരോ കാര്യങ്ങള് പാസ്റ്റിലെയും ഫ്യൂച്ചറിലെയും കാര്യങ്ങൾ ആണ് നമ്മുടെ കൂടുതൽ നമ്മുടെ മൈൻഡിലേക്ക് കടന്നു വരുന്നത്. അപ്പൊ ഒരുവിധം ദുഃഖങ്ങൾക്കുള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഈ കാട് കയറുന്ന ചിന്തകളാണ്. ശരിയല്ലേ? നമ്മൾ ഒരുവിധം നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരുവിധം ദുഃഖങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിന്തകളാണ്, ഈ കാട് കയറുന്ന അനാവശ്യമായിട്ടുള്ള ചിന്തകളാണ് കുറെയൊക്കെ. അപ്പൊ നമ്മൾ ഈ ചിന്തകളെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലേക്ക് നോക്കണം, നമ്മുടെ ചിന്തകളെ നിരീക്ഷിക്കണം. അതൊരു പ്രാക്ടീസ് പോലെ നമുക്ക് ചെയ്യാട്ടോ. ഞാനും കുറച്ച് മുമ്പ് എനിക്ക് കുറച്ച് ഓവർ തിങ്കിങ്ങും ഭയങ്കര ടെൻഷനൊക്കെ ഉള്ള ആളായിരുന്നു മുമ്പ്, കുറെ നാള് മുമ്പ് കേട്ടോ. അപ്പോന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെയാണ് നമ്മളിങ്ങനെ ഓവർ തിങ്കിങ് ഒക്കെ ഇതുപോലെയുള്ള പ്രാക്ടീസുകൾ, നമ്മുടെ ചിന്തകളെ തന്നെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് അവെയർ ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളുടെ ചിന്തകൾ കുറയ്ക്കാനായിട്ട് നമുക്ക് പറ്റും. അനാവശ്യമായിട്ടുള്ള ചിന്തകളൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാല് മുമ്പ് എപ്പോഴും മൈഗ്രെയിൻ ഉണ്ടാവുമായിരുന്നു. അപ്പോ ഞാൻ ഒരുപാട് മെഡിസിൻസ് അതിനെടുത്തിട്ടുണ്ട്. ഈ അലോപ്പതി ആയിട്ടായാലും ഹോമിയോ ഒക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മൈഗ്രെയിൻ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ആഴ്ചയിൽ 2-3 ദിവസമൊക്കെ മൈഗ്രെയിൻ ഉണ്ടാവും. അപ്പൊ പിന്നെയാണ് എനിക്ക് അത് മനസ്സിലായത്, കുറേയൊക്കെ എന്റെ ഓവർ തിങ്കിങ് കൊണ്ടാണ് ആ ഒരു മൈഗ്രെയിൻ എനിക്ക് ഇടക്കിടക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഓവർ തിങ്കിങ്ങും കാര്യങ്ങളൊക്കെ കുറച്ച് ചിന്തകളൊക്കെ, അനാവശ്യമായിട്ടുള്ള ചിന്തകളൊക്കെ ബ്രേക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് മൈഗ്രെയിന് കുറഞ്ഞു. കുറച്ചും കൂടെ പ്രസന്റ് മൂമെന്റിൽ ജീവിച്ചിട്ട് ചിന്തകളെ കുറയ്ക്കാൻ തുടങ്ങിയപ്പോ, അപ്പൊ നമ്മുടെ ചിന്തകൾക്ക് അടിമകളാവാണ്ട് ചിന്തകൾക്ക് മീതെ നമ്മൾ ഉയരാന്നുള്ളതാണ്. അതുപോലെ നമ്മളുടെ ഇമോഷൻസിനെ നമ്മൾ കൺട്രോൾ ചെയ്യുക. അപ്പൊ നമ്മൾ തന്നെ നമ്മളുടെ ഈ പ്രസന്റ് മൂമെന്റിൽ നമ്മൾ കൂടുതൽ വേദനകൾ നമുക്ക് തന്നെ സൃഷ്ടിക്കാണ്ടിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഇതെന്ന് പറയുന്നത്. അപ്പൊ ഈ മൈൻഡ്ഫുൾനെസിന്റെ പ്രാക്ടീസുകളൊക്കെ നമുക്ക് ചെയ്യാം. അപ്പൊ ആ ഒരു ചെറിയൊരു പ്രാക്ടീസ് എന്ന നിലയിൽ നമുക്ക് എന്ത് ചെയ്യാം, ബ്രീത്തിങ്ങിൽ ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ഒരു മെഡിറ്റേഷൻ ഉണ്ട്. അതല്ലാണ്ട് നമ്മൾ നമ്മളുടെ ബ്രീത്തിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു മെഡിറ്റേഷൻ ഉണ്ട്. അത് ഭയങ്കര നല്ലതായിരിക്കും ട്ടോ, നമ്മുടെ തോട്ടുകളെ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അത് ഞാൻ പറയാം. പിന്നെ ഈ മൈൻഡ്ഫുൾ ആയിട്ട് ഇരിക്കുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ പറഞ്ഞു നമുക്ക് സ്ട്രെസ് കുറയ്ക്കാൻ പറ്റും. ചിന്തകൾ കുറയുമ്പോൾ തന്നെ നമ്മൾ സ്ട്രെസ് കുറയും. ഇപ്പൊ ഒരുപാട് ജീവിതത്തിലെ എല്ലാ ഇതുകളും ഉള്ള ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാലും ഇപ്പോഴത്തെ കാലത്ത് ഒരുപാട് സ്ട്രെസ്സുകളും കാര്യങ്ങളായിട്ടൊക്കെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ? കാരണം അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ സൈക്കോളജിസ്റ്റുകളും ഇങ്ങനത്തെ ഇതുകളൊക്കെ
എല്ലാം കൂടുതലാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് എന്തുണ്ടായിട്ടും ഭയങ്കര സ്ട്രെസ്സാണ്. അപ്പൊ അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ചിന്തകളാണ്. അനാവശ്യമായിട്ടുള്ള ഓവർ തിങ്കിങ്, പാസ്റ്റിനെ പറ്റിയും ഫ്യൂച്ചറിനെ പറ്റിയിട്ടുള്ള ചിന്തകളും പ്രസന്റിൽ കൂടുതൽ ഇൻവോൾവഡ് ആവണില്ല. അതുകൊണ്ടുള്ള കുഴപ്പമാണ് ഇങ്ങനെയുള്ള സ്ട്രെസ്സുകൾ വരാൻ കാരണം. അപ്പൊ നമ്മൾക്ക് മൈൻഡ്ഫുൾനെസിന്റെ പ്രാക്ടീസുകൾ നമ്മൾ ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് സ്ട്രെസ് കുറയ്ക്കാൻ പറ്റും. പിന്നെ നമ്മളുടെ ഫോക്കസും കോൺസെൻട്രേഷനും കൂടാൻ പറ്റും അല്ലെ. നമ്മുടെ ചിന്തകൾ, നമ്മളൊരു കാര്യം ചെയ്തുകൊണ്ട് ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് 100 കാര്യങ്ങൾ വരും. അപ്പൊ നമ്മൾ ആ പ്രവൃത്തിയിലുള്ള ഫോക്കസും കോൺസെൻട്രേഷനും കുറയണം. അപ്പൊ നമ്മൾ മൈൻഡ്ഫുൾ ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് ജോലി സ്ഥലത്തായാലും വീട്ടിലെ കാര്യങ്ങളൊക്കെ ആയാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫോക്കസോടുകൂടി നമ്മൾക്ക് കോൺസെൻട്രേഷനും ഉണ്ടാവുന്നു എന്നുള്ളതാണ്. പിന്നെ അതുപോലെ നമ്മൾക്ക് ഡീപ്പ് വർക്ക് നന്നായി ചെയ്യാൻ പറ്റും. എന്താണ് ഈ ഡീപ്പ് വർക്ക് എന്നറിയോ? ഡീപ്പ് വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾക്ക് എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യണ സമയത്ത് ബാക്കി എല്ലാ നമ്മളുടെ ഡിസ്ട്രാക്ഷൻസിൽ നിന്നും ഒഴിവായിട്ട്, അതായത് എന്തെങ്കിലും ഡിസ്ട്രാക്ഷൻസ് നമുക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ, ഇപ്പൊ മൊബൈൽ ഫോൺ ആണെങ്കിൽ മൊബൈൽ ഫോൺ മാറ്റി വെക്കുക, അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് തീർക്കാണെങ്കിൽ അതൊക്കെ എല്ലാം ചെയ്ത് വെച്ചിട്ട് നമ്മൾ സ്വസ്ഥമായിട്ടൊരു കാര്യത്തിൽ തന്നെ ഫുള്ളി പ്രസന്റ് ആയിട്ട് ആ ഒരു ഇത് ചെയ്യണതിനാണ് ഡീപ്പ് വർക്ക് എന്ന് പറയാം. അപ്പൊ വലിയ ഒരുപാട് ഇതുകളൊക്കെ നേടിയിട്ടുള്ള, ജീവിതത്തിലെ നേട്ടങ്ങളൊക്കെ നേടിയിട്ടുള്ള ആൾക്കാർ ഇതുപോലെ ഡീപ്പ് വർക്ക് എന്ന് പറഞ്ഞിട്ട് ചെയ്യും. ആഴ്ചയിൽ ഒരു ദിവസം എന്തെങ്കിലും ഒരു കാര്യം, ഇപ്പോ മൈക്രോസോഫ്റ്റിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള ബിൽ ഗേറ്റ്സ് ഒക്കെ അദ്ദേഹത്തിന്റെ ഒരു ഇതിൽ വായിച്ചിട്ടുണ്ട്, ആഴ്ചയിൽ ഒരിക്കൽ അദ്ദേഹം എന്താണ് ഈ ഡീപ്പ് വർക്കിന് വേണ്ടിയിട്ട് മാറ്റിവെക്കും ഒരു ഡേ ഫുള്ള്. അപ്പൊ ബാക്കിയെല്ലാം അതിൽ നിന്ന് ഒഴിവാക്കിയിട്ട് ആ ഒരു ഡീപ്പ് വർക്കിലേക്ക് പോവാണ് അദ്ദേഹം. അങ്ങനെ അപ്പൊ നമുക്ക് എന്താണ്, മൈൻഡ്ഫുൾനെസ് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ഈ ഡീപ്പ് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ചെയ്യുന്നതിന്റെ ഇടയിൽ ഒരുപാട് ചിന്തകൾ വരും, നമുക്കത് ചെയ്യാനും പറ്റില്ല. അപ്പൊ മൈൻഡ്ഫുൾനെസിന്റെ ബെനിഫിറ്റ്സുകൾ എന്താ പറയുന്നത്, നമുക്ക് സ്ട്രെസ് കുറയ്ക്കാൻ പറ്റും, ഫോക്കസ് കോൺസെൻട്രേഷൻ കൂട്ടാൻ പറ്റും, ഡീപ്പ് വർക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും. തേർഡ്, കൾട്ടിവേറ്റ്സ് ഇമോഷണൽ ഇന്റലിജൻസ്. നമുക്ക് ഇമോഷണൽ ഇന്റലിജൻസ് കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ മൈൻഡ്ഫുൾ ആയിട്ട് ഇരിക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫീലിങ്സിനെ കുറിച്ച് അറിയും, മറ്റുള്ളവരുടെ ഫീലിങ്സിനെ കുറിച്ച് അറിയും. അപ്പൊ നമ്മളുടെ ആ ഇമോഷണൽ ഇന്റലിജൻസ് നമ്മുടെ ജീവിതത്തിൽ സക്സസ്ഫുൾ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് IQ മാത്രം പോരാ അല്ലെ, EQ വേണം. EQ എന്ന് പറയുന്നത് ഇമോഷണൽ ഇന്റലിജൻസിന്റെ ആണ്, അതും വേണം. അപ്പൊ ഈ ഒരു മൈൻഡ്ഫുൾ ആയിട്ട് ഇരിക്കുമ്പോഴാണ് നമുക്ക് ഇമോഷണൽ ഇന്റലിജൻസ് ഇമ്പ്രൂവ് ആക്കാനായിട്ട് പറ്റുക. അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിംഗ്, നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. നമുക്ക് ഫോക്കസും കോൺസെൻട്രേഷനും കൂടും. പിന്നെ നമ്മളുടെ മൈൻഡ്, കുറച്ച് ചിന്തകളൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മൈൻഡ് കാമായിരിക്കും. നമ്മുടെ മൈൻഡ് കാമായിരിക്കുമ്പോഴാണ് നമുക്ക് ബെറ്റർ ഡിസിഷൻസ് നമ്മൾക്ക് എടുക്കാൻ പറ്റും. നമുക്ക് കുറച്ചും കൂടെ ഉൾക്കാഴ്ച ഉണ്ടാവുന്നത് നമ്മുടെ മൈൻഡ് കാമായിരിക്കുമ്പോഴാണ്. അപ്പൊ നമ്മൾക്ക് നല്ലൊരു ബെറ്റർ ഡിസിഷൻ മേക്കിങ്ങിന് നമ്മളെ ഈ മൈൻഡ്ഫുൾനെസിന്റെ പ്രാക്ടീസുകളൊക്കെ നമ്മളെ സഹായിക്കും. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ നമുക്ക് ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ നമ്മളൊരു ഡയബറ്റീസിന്റെ പേഷ്യന്റ് ആണെങ്കിൽ ഇപ്പൊ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ചോക്ലേറ്റ് ഒട്ടും കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആരെങ്കിലും നമുക്കൊരു ചോക്ലേറ്റ് തരുമ്പോൾ നമ്മൾ മൈൻഡ്ഫുൾ ആണെങ്കിൽ നമ്മൾ അത് റിജക്ട് ചെയ്യും അല്ലെ. അപ്പൊ നമ്മളുടെ ഡിസിഷൻ മേക്കിങ്ങിന് ഈ മൈൻഡ്ഫുൾനെസ് നമ്മളെ സഹായിക്കും, മൈൻഡ്ഫുൾനെസിന്റെ പ്രാക്ടീസുകൾ സഹായിക്കും. അതുപോലെ നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ പറ്റും. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ റെഡി ആയി കഴിഞ്ഞാൽ ഫോക്കസ് കൂടി, അതുപോലെ തന്നെ കോൺസെൻട്രേഷൻ കൂടി, നമ്മുടെ സ്ട്രെസ് കുറഞ്ഞു, ഇമോഷണൽ ഇന്റലിജൻസ് കൂടി, ഡിസിഷൻ മേക്കിംഗ് ഇംപ്രൂവ് ചെയ്തു. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മളുടെ പ്രൊഡക്ടിവിറ്റി നമുക്ക് കൂടും. അതുപോലെ തന്നെ ബെറ്റർ റിലേഷൻഷിപ്പ്, അതിന് നമ്മളെ മൈൻഡ്ഫുൾനെസ് സഹായിക്കും. ഇപ്പോ നമുക്ക് കാണാം, ഇപ്പോ മക്കളുടെ ഒക്കെ ബർത്ത്ഡേ ഒക്കെ വരുമ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കേക്ക് ഒക്കെ കട്ട് ചെയ്യും. അപ്പൊ ആ സമയത്ത് എല്ലാവരും എന്താണ്, ആ ഒരു നിമിഷത്തിൽ മക്കളുടെ സന്തോഷം ആസ്വദിക്കായിരിക്കൂലേ ചെയ്യണേ. എല്ലാവരും ഫോട്ടോ എടുക്കണ്ടേ, വീഡിയോ എടുക്കണ്ടേ ഒരു തിരക്കിലായിരിക്കും അല്ലെ. അതായത് ഫ്യൂച്ചർ മെമ്മറി സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഫ്യൂച്ചർ മെമ്മറിക്ക് വേണ്ടിയിട്ട് ആയിരിക്കും ആ ഒരു സമയത്ത് നമ്മൾ നിൽക്കുന്നത്. പക്ഷെ ആ ഒരു നിമിഷത്തിലത്തെ ആ ഒരു സന്തോഷം നമ്മൾ ഒട്ടും അനുഭവിക്കുന്നില്ല അല്ലെ. അങ്ങനെയാണ് ഇപ്പൊ എല്ലാം ഇപ്പൊ അങ്ങനെയാണ്, സ്റ്റാറ്റസ് വെക്കാനും അതിനും ഇതിനും ഒക്കെയാണ് എല്ലാവരുടെ ഇതാണ്. പക്ഷെ ഒന്നും പ്രസന്റ് മൂവ്മെന്റിൽ നമ്മൾ ഇതായിട്ട് ഒരു കാര്യം നമ്മൾ ഇല്ല എന്നുള്ളതാണ്. അതുപോലെ നമ്മളുടെ മൈൻഡ്ഫുൾ ആയിട്ട് ഇരിക്കണമെങ്കിൽ നമ്മൾക്ക് സെൽഫ് അവയർനെസ് കൂടും, നമ്മളെ കുറിച്ച് തന്നെയുള്ള ഒരു ബോധം ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസുകൾ ചെയ്യുമ്പോൾ നമുക്കുണ്ട്. അപ്പൊ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് എന്ന് ഉദ്ദേശിക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫിലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലൊക്കെ മൈൻഡ്ഫുൾ ആയിട്ട് ചെയ്യാനായിട്ട്
നോക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇപ്പൊ നമ്മൾ രാവിലെ എഴുന്നേറ്റൊക്കെ കഴിഞ്ഞ് നമ്മുടെ പ്രെയർ മൈൻഡ്ഫുൾ ആയിട്ട് ചെയ്യുക. വാഷ് ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ നമ്മൾ ചായ കുടിക്കുമ്പോൾ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, മൈൻഡ്ഫുൾ ആയിട്ട് ചെയ്യാന്നുള്ളത്. നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൈൻഡ്ഫുൾ ആയിട്ട് ആ ഒരു ഫുഡിനെ ആസ്വദിച്ച് നമ്മൾ കഴിക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ വയറ് മാത്രമല്ല നിറയാൻ, നമ്മുടെ മനസ്സും കൂടെ നിറയണ കാരണം കൊണ്ട് നമുക്ക് എന്താണ് ഒരുപാട് വാരി വലിച്ച് കഴിക്കേണ്ടൊന്നും ആവശ്യം വരില്ല. അപ്പൊ ഫുഡ് കഴിക്കുമ്പോഴും നമ്മൾ മൈൻഡ്ഫുൾ ആയിട്ട് അത് കഴിക്കാന്നുള്ളതാണ്. അതുപോലെ നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ, മറ്റുള്ളവരെ ലിസൺ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ മൈൻഡ്ഫുൾ ആയിട്ട് ചെയ്യുക. എക്സസൈസ് ചെയ്യുമ്പോൾ, ബുക്ക് റീഡ് ചെയ്യുമ്പോൾ, അങ്ങനെ അങ്ങനെ നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾക്ക് മൈൻഡ്ഫുൾ അല്ല എന്ന് തോന്നുന്ന കാര്യങ്ങളിലൊക്കെ നമ്മൾ മൈൻഡ്ഫുൾനെസ് കൊണ്ടുവരുമ്പോൾ നമുക്ക് തന്നെ ഒരു ഇന്നർ പീസ് ആണ് വരിക. ഞാൻ ഈ ഒരു മെഡിറ്റേഷന്റെ ഒരു ഗ്രൂപ്പിൽ ഇപ്പൊ 2-3 വർഷം മുമ്പ് ഞാൻ ജോയിൻ ചെയ്തപ്പോൾ ഇതുപോലെ എനിക്ക് ഇതിനെ കുറിച്ചൊന്നും തീരെ അറിയില്ലായിരുന്നു. കുഞ്ഞു കുഞ്ഞു പ്രാക്ടീസുകൾ തന്നു, ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ മൈൻഡ്ഫുൾനെസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനൊരു ഉദാഹരണം പറയണേട്ടെ. ഇപ്പൊ കിച്ചണിൽ പ്ലേറ്റുകളൊക്കെ വാഷ് ചെയ്യുന്ന സമയത്ത് മൈൻഡ്ഫുൾ ആയിട്ട് ചെയ്യാം. അതായത് എന്താണ്, ഇപ്പൊ നമ്മൾ കിച്ചണിൽ പ്ലേറ്റ് വാഷ് ചെയ്യുന്ന സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വെള്ളം നമ്മുടെ കൈമ വീഴുമ്പോഴുള്ള ആ ഒരു ടച്ച്, ആ ഒരു ഇത് നമ്മൾ ഫീൽ ചെയ്യുക. അതുപോലെ പാത്രം കഴുകുമ്പോ പാത്രത്തിന്റെ സൗണ്ട് വരൂലേ, അത് ഫീൽ ചെയ്യുക. അത് അറിഞ്ഞ് ചിന്തകളെ കുറച്ചിട്ട് ആ ഒരു പ്രോസസ്സ്, ഇപ്പൊ പാത്രം കഴുകാന്നുള്ള ആ ഒരു ഇതിൽ ഇൻവോൾവഡ് ആയിട്ട് ചെയ്യാന്നുള്ള പ്രാക്ടീസാണ് ഞാൻ ഫസ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പാത്രം കഴുകാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മടിയായിരുന്നു. നമ്മൾ പാത്രം കഴുകുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ച് ഇങ്ങനെ ടെൻഷനൊക്കെ ആയിട്ടായിരിക്കും ചെയ്യുക. അപ്പൊ ഇതിൽ ഇങ്ങനെ ചെയ്തപ്പോ തന്നെ അത് ഒരാഴ്ച ഇങ്ങനെ ചെയ്തപ്പോ തന്നെ ഭയങ്കര ഒരു മൈൻഡിന് ഒരു ഇത് തോന്നിയിട്ടാ. ആ ഒരു പാത്രം കഴുകൽ നമുക്കൊരു ബുദ്ധിമുട്ടല്ലാത്ത പോലെ തോന്നി. അപ്പൊ അങ്ങനെ നമ്മൾ കുറെ കാര്യങ്ങൾ നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ നിസ്സാരമായിട്ട് കരുതുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ മൈൻഡ്ഫുൾ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് തന്നെ ഒരു ഭയങ്കര ഒരു ഇന്നർ പീസും ആയിരിക്കും നമുക്ക് ഉണ്ടാവാം. അപ്പൊ അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് മൈൻഡ്ഫുൾ ആയിട്ട് ചെയ്യുന്നത്. പിന്നെ മൈൻഡ്ഫുൾനെസിന്റെ പ്രാക്ടീസുകളൊക്കെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അവെയർ ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ തോട്ട്സിനെ കുറിച്ചും ഇമോഷൻസിനെ കുറിച്ചും നമ്മൾ മനഃപൂർവ്വം ബോധപൂർവം അവെയർ ആവാൻ ശ്രമിക്കുക. നമുക്ക് ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല, നമ്മൾ ഇങ്ങനെ ബോധമില്ലാതെ ചിന്തിച്ചുകൊണ്ടിരിക്കും. എന്നാലും നമ്മൾ ഈ ഒരു പ്രാക്ടീസ് എന്ന നിലയിൽ നമ്മൾ അത് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പിന്നെ നമുക്കത് ആ ഒരു ഒബ്സർവ് ചെയ്യാനായിട്ടുള്ള ആ ഒരു കഴിവ് നമുക്ക് ഇങ്ങനെ കൂടിക്കൂടി വരും. നമ്മളത് ചെയ്യുമ്പോഴായിരിക്കും അത് ഉണ്ടാവുക. നമ്മുടെ ചിന്തകളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക, നമ്മളുടെ ചിന്തകൾ എന്താണെന്നുള്ളത് അങ്ങനെ ചെയ്യുക. അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ സ്ലോ ഡൗൺ ആയിട്ട് ചെയ്യുക. സ്ലോ ഡൗൺ ആയിട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ തിക്കും തിരക്കും കൂട്ടി ഓരോന്ന് ചെയ്യുമ്പോൾ നമുക്ക് അത് മൈൻഡ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ പതുക്കനെ കൂടുതൽ ശ്രദ്ധിച്ച് ചെയ്യാം. അപ്പോഴും നമ്മൾ മൈൻഡ്ഫുൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മൈൻഡ്ഫുൾനെസ് നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഇങ്ങനെ മൈൻഡ്ഫുൾ ആയിട്ട് ചെയ്യാം. കൂടാതെ നമ്മളുടെ മൈൻഡ്ഫുൾനെസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രാക്ടീസിന് നമ്മുടെ ബ്രീത്തിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടുള്ള പ്രാക്ടീസ് അത് ഞാൻ ചെയ്യാറുണ്ട്. തുടക്കത്തിൽ ഞാനൊരു 2 മിനിറ്റ് ഒക്കെ ടൈമർ വെച്ചിട്ട് 2 മിനിറ്റ് ചെയ്യും. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയണം, എങ്ങനെ ഞാൻ ജസ്റ്റ് പറയുന്നുള്ളൂ. നമ്മൾ ഡീപ് ബ്രീത്ത് എടുക്കാം. ഈ ഡീപ് ബ്രീത്ത് എന്ന് പറഞ്ഞ സംഭവം നമ്മളുടെ ബോഡി റിലാക്സ് ആവാനായിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഡീപ് ബ്രീത്ത് ചെയ്യുമ്പോൾ. അപ്പൊ നമ്മള് എന്താണ്, നമ്മൾക്ക് എന്തെങ്കിലും ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ ക്ലാസ് എടുക്കുന്നവരൊക്കെ ആയാലും ആദ്യത്തിലൊക്കെ ഒരു ടെൻഷൻ ആയിരിക്കും അല്ലേ. ഫസ്റ്റ് ടൈം ഇന്നലെ ഷെജില മാം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ക്ലാസ്സിലെ ടെൻഷൻ എന്നൊക്കെ. അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ ബോഡി ഒന്ന് റിലാക്സ് ആകാനും മൈൻഡ് റിലാക്സ് ആക്കാനും, ഇതുപോലെ നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യാൻ പോകുമ്പോൾ ഡീപ് ബ്രീത്ത് 2-3 വട്ടം ഡീപ് ബ്രീത്ത് എടുക്കുമ്പോൾ നമ്മുടെ മൈൻഡ് ആൻഡ് ബോഡി കാമാക്കാൻ പറ്റും. അപ്പൊ ഈ ഡീപ് ബ്രീത്ത് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മുടെ റിലാക്സ് ആവാനായിട്ട് നമുക്ക് പറ്റും. അപ്പൊ നമ്മളുടെ ഈ പ്രാക്ടീസ് ആണ് പറയുന്നത്, ഈ മെഡിറ്റേഷന്റെ ഈ ഒരു ബ്രീത്തിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള മെഡിറ്റേഷൻ നമ്മൾ 2-3 വട്ടം ഡീപ് ബ്രീത്ത് എടുക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, ഒരു 2 മിനിറ്റ് അതിനെ ഹോൾഡ് ചെയ്യുക, അതിനുശേഷം ശ്വാസം മൊത്തം പുറത്തേക്ക്, അങ്ങനെ 2-3 വട്ടം ചെയ്യുക. അതിനുശേഷം നമ്മൾ നോർമലായിട്ട് നമ്മൾ എങ്ങനെയാണോ ശ്വാസം എടുക്കുന്നത് അതിങ്ങനെ ആ ശ്വാസം, അതായത് നമ്മുടെ ശ്വാസം ഇങ്ങനെ മൂക്കിക്കൊണ്ട് ഇങ്ങനെ ഉള്ളിലേക്ക് പോണതും പിന്നെ അവിടെ നിന്ന് ശ്വാസം ഇങ്ങനെ ബ്രീത്തിങ് ആവുമ്പോൾ പുറത്തേക്ക് ഇങ്ങനെ പോണതും ആ ശ്വാസത്തിൽ ശ്രദ്ധിക്കാന്നുള്ളതാണ്. ആ ശ്വാസം എടുക്കാന്ന് പറയുന്നത്, ശ്വാസം പുറത്തുവിടാന്ന് പറയുന്നത് നമ്മുടെ പ്രസന്റ് മൂമെന്റിൽ നടക്കുന്ന ഒരു സംഭവമാണ് അല്ലെ. അപ്പൊ ഇതൊരു പ്രാക്ടീസ് ആണ്, നമ്മുടെ ബ്രെയിനിനെ ട്രെയിൻ ചെയ്യിക്കണം.
ഒരു കാര്യത്തിൽ തന്നെ മൈൻഡ്ഫുൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യത്തിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളതാണല്ലോ മൈൻഡ്ഫുൾനെസ്. അപ്പൊ ആ ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കഴിവ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ബ്രെയിനിനെ ട്രെയിൻ ചെയ്യിക്കുന്ന ഒരു പ്രാക്ടീസാണ് ശരിക്കും ഈ ഒരു ബ്രീത്തിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള പ്രാക്ടീസ്. അപ്പൊ നമ്മളിങ്ങനെ ഡീപ് ബ്രീത്ത് 2-3 വട്ടം എടുത്തതിന് ശേഷം നമ്മൾ നോർമലായിട്ട് നമ്മൾ നാച്ചുറലായിട്ട് നമ്മുടെ ശ്വാസം എങ്ങനെയാണോ നടക്കുന്നത് അതുപോലെ നടക്കുക. അപ്പൊ എന്നിട്ട് അത് നമ്മൾ ശ്രദ്ധിക്കുക, ശ്വാസം മൂക്കിക്കൂടെ ഉള്ളിലേക്ക് പോണതും അതുപോലെ തന്നെ അത് പുറത്തേക്ക് പോണതെന്ന് ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മൂക്കിക്കൂടെ ഇങ്ങനെ ഉള്ളിലേക്ക് പോകുമ്പോൾ നമ്മൾ പോസിറ്റീവ് എനർജിയാണ് നമ്മുടെ ഇതിലേക്ക് പോകണമെന്ന് നമ്മൾ വിചാരിക്കുക, നെഗറ്റീവ് ഒക്കെ പുറത്ത് പോകുന്നു ശ്വാസത്തിൽ ശ്രദ്ധിക്കുക. അങ്ങനെ ശ്വാസത്തിൽ ശ്രദ്ധിച്ച് തുടക്കത്തിലൊക്കെ ഒരു 2 മിനിറ്റ് ഒക്കെ ചെയ്യുക. അപ്പൊ ശ്വാസത്തിൽ ശ്രദ്ധിക്കുന്ന സമയത്ത് ചിന്തകൾ വരും എന്തായാലും. നമുക്ക് കുറച്ചു നേരം ഇങ്ങനെ ശ്രദ്ധിക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ചിന്തകൾ വരുമ്പോ പിന്നെ നമ്മൾ ചിലപ്പോൾ കുറച്ചു നേരം കഴിയുമ്പോൾ തിരിച്ചറിയും, അയ്യോ ഞാൻ ഇതിൽ ശ്രദ്ധിക്കാണല്ലോ, ശ്വാസത്തിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ എന്ന് നമ്മൾക്ക് തിരിച്ചറിവ് ഉണ്ടാവുമല്ലോ. അതും ഒരു മൈൻഡ്ഫുൾനെസ് ആണ്. ചിന്തകൾ വരുന്നോണ്ട് കുഴപ്പമില്ല, അത് തുടക്കത്തിലൊക്കെ വരും. അപ്പൊ നമ്മൾ വീണ്ടും ശ്വാസത്തേക്ക് തന്നെ പോവാം. അങ്ങനെ നമ്മൾ ഡെയിലി ഒരു 5 മിനിറ്റ്, തുടക്കക്കാർക്കാണെങ്കിൽ ഒരു 2 മിനിറ്റ്, തീരെ ചെയ്യാത്തവർക്ക് അങ്ങനെ നമ്മൾ ഈ ഒരു പ്രാക്ടീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് അത് കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോകാന്നുള്ളതാണ് മെയിൻ. അപ്പൊ ഈ ഒരു ഡീപ് ബ്രീത്തിങ്ങിന്റെ ഒരു പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോകുമ്പോൾ തന്നെ 2 ആഴ്ച കൊണ്ട് തന്നെ നമുക്ക് തന്നെ നല്ലൊരു മൈൻഡ് ഒരു ഇതായിട്ടുള്ള പോലെ തോന്നും. നമുക്ക് ഒരു കാര്യത്തിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ഒരു നമ്മുടെ ബ്രെയിനെ ട്രെയിൻ ചെയ്യിക്കുന്ന ഒരു പ്രാക്ടീസ് ആണ് നമ്മുടെ ബ്രീത്തിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രാക്ടീസ് എന്ന് പറയുന്നത്. അപ്പോ മൈൻഡ്ഫുൾനെസ് ഇംപ്രൂവ് ആക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു ഡെയിലി പ്രാക്ടീസ് ആണിത്. പിന്നെ നമ്മളുടെ ഡിജിറ്റൽ ഡീടോക്സ് കുറയ്ക്കാന്നുള്ളതാണ്. ഒരുപാട് ന്യൂസുകൾ ഇപ്പൊ നമ്മൾക്ക് സോഷ്യൽ മീഡിയ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ന്യൂസുകളും പല വിഷമമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. അപ്പൊ നമ്മൾ ഒരുപാട് നമ്മുടെ ബ്രെയിനിലേക്ക് ഇങ്ങനത്തെ ന്യൂസുകളും കാര്യങ്ങളൊന്നും ഫീഡ് ചെയ്യാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോഴേ നമുക്ക് മൈൻഡ്ഫുൾ ആയിട്ട് കുറച്ചും കൂടെ നമ്മുടെ ഡെയിലി ലൈഫിൽ ഇരിക്കാൻ പറ്റുള്ളൂ. അതുപോലെ മൾട്ടി ടാസ്കിങ് ഒഴിവാക്കുക. ഒന്നിലധികം കാര്യങ്ങൾ ഒരു സമയത്ത് ചെയ്യുന്നത് ഒഴിവാക്കുക. ഇപ്പോ എന്താണ്, ലേഡീസിനൊക്കെ ആണെങ്കിൽ ഇപ്പോ രാവിലത്തെ ടൈമിലൊക്കെ മക്കൾ സ്കൂളിൽ പോണ ടൈമിലൊക്കെ ചിലപ്പോൾ ഒന്നിലധികം കാര്യങ്ങളൊക്കെ ഒരുമിച്ച് ചെയ്യേണ്ടി വരും. അത് പിന്നെ അവർക്ക് ആ ഒരു പ്രാക്ടീസായി, അതുകൊണ്ട് അങ്ങനെ ചെയ്യും. എന്നാലും നമ്മൾ മൾട്ടി ടാസ്കിങ് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമുക്ക് മൈൻഡ്ഫുൾ ആയിട്ടിരിക്കാനുള്ള വേറൊരു ഇതാണ് നമ്മൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പോ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കുള്ള കാര്യങ്ങളിൽ നമ്മൾ നന്ദി പറയണതാണല്ലേ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പോ നമുക്ക് ഇല്ലാത്തതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് ചിന്തകൾ കൂടും, ടെൻഷൻ കൂടും, എല്ലാം കൂടും. അപ്പൊ ഗ്രാറ്റിറ്റ്യൂഡ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഉള്ള കാര്യത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അനാവശ്യ ചിന്തകളൊക്കെ കുറയും. അപ്പൊ നമ്മുടെ ജീവിതത്തിലെ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കുക. ഇതൊക്കെ നമുക്ക് മൈൻഡ്ഫുൾനെസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രാക്ടീസുകളാണ്. അതുപോലെ തന്നെ ഞാൻ കേട്ടിട്ടുണ്ട് ഒരു ഇതില് ഹാഫ് സ്മൈൽ മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം. ഹാഫ് സ്മൈൽ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ഒരു എന്താ പറയാ, എപ്പോഴും നമ്മളുടെ ഫേസ് എന്ന് പറയുന്നത് ഒരു ഹാഫ് സ്മൈൽ ആയിട്ട് എപ്പോഴും ഇരിക്കാൻ നോക്കും. അതായത് ചെറുതായിട്ട് നമ്മളുടെ 2 ചുണ്ടുകളുടെ മറ്റിങ്ങനെ ഇതായ പോലെ ആ ഒരു രീതിയിൽ നമ്മൾ ഇരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പാന്ന് വെച്ച് കഴിഞ്ഞാലും എന്താണ്, നമ്മൾക്ക് അനാവശ്യമായിട്ടുള്ള ടെൻഷൻസുകളും കാര്യങ്ങളൊക്കെ, സ്മൈലിങ് നല്ലതാണല്ലോ, നമ്മൾ ചിരിക്കുന്നത് ഭയങ്കര നല്ലതാണല്ലേ. അപ്പൊ ഇങ്ങനെ ഒരു ഹാഫ് സ്മൈൽ മൈൻഡ്ഫുൾനെസ് എന്നിട്ട് ഒരു പ്രാക്ടീസ് ഉണ്ട്. നമ്മൾക്ക് ഓർമ്മ വരുമ്പോഴൊക്കെ നമ്മൾ ഇത് ഹാഫ് സ്മൈലായിട്ട് ഇരിക്കാനായിട്ട് നമ്മുടെ ഫേസ് അങ്ങനെ ആ ഒരു ഇതിൽ വെക്കുന്നത് ഭയങ്കര നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പോ പറഞ്ഞു വന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിന്തകളുടെ എണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രസന്റ് മൊമെന്റിൽ ചെയ്യുന്ന കാര്യത്തിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഫോക്കസ്ഡ് ആവാൻ, മൈൻഡ്ഫുൾ ആയിട്ട് ഇരിക്കാൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചിന്തകൾ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ജീവിതത്തിൽ കുറെ കാര്യങ്ങളിൽ നമുക്ക് ഇംപ്രൂവ് ആവാൻ പറ്റും. അപ്പോൾ പറഞ്ഞു വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോപ്പ് തിങ്കിങ് ആൻഡ് സ്റ്റാർട്ട് ലിവിങ് എന്നാണ്. നമ്മുടെ അനാവശ്യ ചിന്തകളെ കുറച്ച് മൈൻഡ്ഫുൾ ആയിട്ട് ഇരുന്നിട്ട് നമുക്ക് ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടെന്നുള്ളതാണ് പറയുന്നത്. നമ്മളുടെ ടൈം ആയിട്ടുണ്ട്. അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാട്ടോ. ഓക്കെ, താങ്ക് യു. പ്രാക്ടീസ് ചെയ്യാറുണ്ടോ ആരെങ്കിലും? നല്ല ക്ലാസ് ആയിരുന്നു. കുറഞ്ഞ സമയം കൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ എഫക്റ്റീവായിട്ട് പറഞ്ഞു. പിന്നെ
നിങ്ങൾ പറഞ്ഞ ആ പുസ്തകത്തിന്റെ പേരും ഓതറ പേരും കൂടെ ഒന്ന് ടൈപ്പ് ചെയ്ത് ഗ്രൂപ്പിൽ ഇട്ട ഉപകാരമായി. ആ ഇടാം സാർ അത് തിഷ്നാഥ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു ബുദ്ധിസ്റ്റ് മോങ്കാണ്. അദ്ദേഹം അതിൽ കുറെ പ്രാക്ടീസുകളൊക്കെ പറയുന്നുണ്ട് കേട്ടോ, മൈൻഡ്ഫുൾ ആവാൻ വേണ്ടിയിട്ട്. ഫാദർ ഓഫ് ദി മൈൻഡ്ഫുൾനെസ് എന്നറിയപ്പെടുന്നത് അദ്ദേഹം. മിറാക്കിൾ ഓഫ് മൈൻഡ്ഫുൾനെസ് എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. ഞാനത് വായിച്ചിട്ടില്ല കേട്ടോ ആ ബുക്ക്, പക്ഷെ അതിലെ പ്രാക്ടീസുകളൊക്കെ ഞാൻ വേറെ ഏതൊരു ഇതിലെന്തോ വായിച്ചിട്ടുണ്ടായിരുന്നു, ബുക്കായിട്ട് വായിച്ചിട്ടുണ്ടായിരുന്നില്ല. വളരെ നല്ല ക്ലാസ് ആയിരുന്നു മാഡം. താങ്ക് യു. താങ്ക് യു മാം. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാല്ലേ. ഇന്ന് പെരുന്നാളൊക്കെയാണ്, എല്ലാവർക്കും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ.